ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ആഡംബര വിവാഹങ്ങൾ നടത്തുന്ന വൻകിടക്കാരെ സ്വമേധയാ മംഗല്യനിധി നൽകുവാൻ പ്രേരിപ്പിക്കാത്ത സർക്കാർ പാവപ്പെട്ട പെൺകുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ദ്രോഹിക്കുന്ന തരത്തിലാണ് സാമ്പത്തിക അനുപാതം നോക്കാതെ നികുതി ഏർപ്പെടുത്തുവാനുള്ള തീരുമാനമെടുത്തത്. ഇതിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. സ്വയംഭരണ കോളേജുകൾക്ക് അംഗീകാരം നൽകാനുള്ള നീക്കത്തിൽ SFI പ്രതിഷേധം. DD ഓഫീസ് മാർച്ച് നടത്തി. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷം ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക്. സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവരുടെ വിവാഹങ്ങളെ മംഗല്യനിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് വുമൻസ് ഇന്ത്യ അസോസിയേഷൻ. വിശദമായ വാർത്തകളിലേക്ക്. വിദ്യാഭ്യാസ മേഖലയെ വാണിജ്യവൽക്കരിക്കാനുള്ള നിലപാടുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VK കിരൺ രാജ്. സ്വയംഭരണ കോളേജുകൾക്ക് അംഗീകാരം കൊടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ DD ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വയംഭരണ കോളേജുകൾക്ക് അംഗീകാരം കൊടുക്കാനുള്ള സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ DD ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VK കിരൺ രാജ് ഉദ്ഘാടനം ചെയ്തു. വേണ്ട വിധത്തിലുള്ള ആലോചനയ്ക്കോ ചർച്ചയ്ക്കോ വിധേയമാകാതെയാണ് സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നടപടി സ്വീകരിച്ചത്. വിദ്യാഭ്യാസ മേഖലയെ വാണിജ്യവൽക്കരിക്കുന്ന സർക്കാരിന്റെ നടപടി പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ സംഘടനാ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ മാനേജ്മെന്റുകൾക്ക് തോന്നിയ രൂപത്തിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു സംവിധാനവും ഇതിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ധർണയിൽ SFI ജില്ലാ പ്രസിഡന്റ് TK സുമേഷ്, M സമീഷ്, MK നികേഷ്, MM ജിജേഷ് എന്നിവർ സംസാരിച്ചു. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ജില്ലയിലെ വിവിധ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏകാദശി മഹോത്സവം വിപുലമായി കൊണ്ടാടി. വ്രതശുദ്ധിയിൽ നാരായണ മന്ത്രവുമായി പതിനായിരങ്ങൾ ക്ഷേത്രങ്ങളിലെത്തി. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് വെള്ളിയാഴ്ച. വിഷ്ണു ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണരുന്ന ഏകാദശിയും അർജുനന് ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകിയതും ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠ നടത്തിയതും ആദിശങ്കരനും വില്ലുമംഗലത്തിനും മേൽപ്പത്തൂരിനും ദിവ്യദർശനം നൽകിയതും ഈ സുദിനത്തിലാണ്. ഗീതാ ദിനവും നാരായണീയ ദിനവുമൊക്കെ വെള്ളിയാഴ്ച ആഘോഷിച്ചു. മനുഷ്യന് ദൈവിക ഗുണങ്ങൾ ലഭിച്ച് സാത്വികനായി മാറുമെന്ന പ്രതീക്ഷയും വിശ്വാസവുമാണ് ഈ ആഘോഷത്തിന് പിന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ വലിയ ക്ഷേത്രം നിർമ്മിച്ച് ഗുരുവായൂർ ക്ഷേത്ര വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചതായി പറയുന്നു. സ്വർഗാരോഹണ സമയത്ത് കൃഷ്ണൻ തന്റെ ഭക്തനായ ഉദ്ധവനോട് ഈ വിഗ്രഹം ദേവലോകത്തെ ഗുരുവായ ബൃഹസ്പതിയുടെയും വായുദേവന്റെയും സഹായത്തോടെ ഒരു പുണ്യസ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു. ബൃഹസ്പതിയും വായുവും കൂടി ഈ വിഗ്രഹവുമായി തെക്കുള്ള ഒരു സ്ഥലത്തെത്തി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഗുരുവും വായുവും വന്ന ഊര് എന്നതിൽ നിന്നാണ് ഗുരുവായൂർ എന്ന സ്ഥലപ്പേര് ഉണ്ടായത്. ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠ നടത്തിയ ഗുരുവായൂരപ്പന്റെ പ്രഥമ പ്രതിഷ്ഠാദിനം കൂടിയാണ് ഗുരുവായൂർ ഏകാദശി. ശ്രീ ശങ്കരാചാര്യ സ്വാമികളാണ് പ്രതിഷ്ഠാദിനം കൂടിയായ ഗുരുവായൂർ ഏകാദശി മഹോത്സവമായി കൊണ്ടാടണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. ഭഗവാന്റെ ഏകാദശി മഹോത്സവത്തിൽ പങ്കെടുക്കുകയെന്നത് ഒരു മഹാഭാഗ്യമായാണ് ഭക്തജനങ്ങൾ കരുതുന്നത്. ജില്ലയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ഏകാദശി മഹോത്സവത്തിന്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിച്ചു. മീഞ്ചന്ത തിരുവച്ചിറ ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. നിർമാല്യ ദർശനം, വാഗച്ചാർത്ത്, മലർനിവേദ്യം എന്നിവയോടുകൂടി മഹോത്സവ പരിപാടികൾ ആരംഭിച്ചു. അരക്കിണർ പാറപ്പുറം ക്ഷേത്രം, ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രം, കരുവശ്ശേരി തിരുത്തിയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം, തളി ക്ഷേത്രം, ഇരുവള്ളൂർ അമ്പലപ്പാട്, കണ്ടംവെളി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം ഏകാദശി മഹോത്സവം വിപുലമായി ആഘോഷിച്ചു.
തിരുവങ്ങൂർ പാർത്ഥസാരഥി ഗീതാ ദിനാചരണവും ഏകാദശി സംഗീതോത്സവവും 2 ദിവസങ്ങളിലായി നടക്കുന്നു. കേട്ടറിഞ്ഞ് ഇന്ത്യയെ നേരിൽ കണ്ടറിഞ്ഞ് മാക് പ്രൈസ് സൈക്കിൾ സവാരി തുടരുകയാണ്. ഇന്ത്യയുടെ ആത്മാവറിഞ്ഞ് ഇതിനകം 45,000-ഓളം കിലോമീറ്ററുകൾ താണ്ടിക്കഴിഞ്ഞ ഈ ഓസ്ട്രേലിയക്കാരൻ വലിയൊരു സന്ദേശവുമായാണ് രാജ്യം ചുറ്റുന്നത്. മാക് പ്രൈസിന്റെ വിശേഷങ്ങളിലേക്ക്. മാസങ്ങൾക്ക് മുൻപാണ് മാറ്റ് പ്രൈസ് എന്ന ഓസ്ട്രേലിയക്കാരൻ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. അതും അച്ഛൻ സമ്മാനമായി നൽകിയ സൈക്കിളുമായി. 4000 കിലോമീറ്ററായിരുന്നു 2012 ആ യാത്രയിൽ മാറ്റ് പ്രൈസ് ചവിട്ടിത്തള്ളിയ ദൂരം. അതായത് ഡൽഹി മുതൽ ഗോവ വരെയുള്ള വഴിദൂരം. അമ്പരപ്പിക്കുന്നതായിരുന്നു ഈ യാത്രയിലെ കാഴ്ചകളെന്ന് മാറ്റ് പ്രൈസ് എന്ന 33-കാരൻ പറയുന്നു. കേട്ട് ശീലിച്ച ഇന്ത്യയായിരുന്നില്ല കാഴ്ചയിൽ. തെരുവും ചേരികളും ഇന്ത്യക്കാരുടെ ജീവിത സാഹചര്യങ്ങളും മാറ്റിന്റെ ചിന്തകളെ മാറ്റിമറിച്ചു. മനസ്സുലഞ്ഞ മാറ്റ് തിരിച്ചു പോകുമ്പോൾ പുതിയൊരു പ്രതിജ്ഞ എടുത്തു. ഇന്ത്യയിലേക്ക് തിരിച്ചു വരും, വീണ്ടും സൈക്കിളിൽ രാജ്യം ചുറ്റും. എന്നാൽ അതൊരു വെറും സവാരിയാവില്ല. തെരുവ് ബാല്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ആ പര്യടനം. അങ്ങനെ അന്നത്തെ സൈക്കിൾ അഹമ്മദാബാദിലെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ച് തിരിച്ചു പോയതാണ് മാറ്റ് പ്രൈസ്. ഇപ്പോഴിതാ വീണ്ടും എത്തിയിരിക്കുന്നു ഇന്ത്യയിൽ പുതിയൊരു ദൗത്യവുമായി. The inspiration behind this journey is to give something back to the people of India who, the poor people who were so kind to me on my first experience in India. നവംബർ 14 ശിശുദിനത്തിൽ ആരംഭിച്ച യാത്ര ഏപ്രിൽ 30 വാരണസിയിൽ എത്തിച്ചേരുക. ദിവസം ശരാശരി 600 കിലോമീറ്ററാണ് മാറ്റ് പ്രൈസിന്റെ സവാരി. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ കോഴിക്കോട്ടായിരുന്നു ഇദ്ദേഹം. ഓസ്ട്രേലിയൻ സന്നദ്ധ സംഘടനയായ ഫോർഗെറ്റ് മീ നോട്ട് ചിൽഡ്രൻസ് ഹോമിന്റെയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലക്ഷ്യ ആകൃതി ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെയാണ് യാത്ര. ജന്മനാട്ടിൽ പാചകക്കാരനായി ജോലി ചെയ്യുന്ന മാറ്റ് സ്വന്തം ചെലവിലാണ് സവാരി എന്നതും ഈ ചെറുപ്പക്കാരന്റെ സന്മനസ്സിന്റെ മാറ്റുകൂട്ടുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്ത് വിവാഹങ്ങൾക്ക് ഏർപ്പെടുത്തിയ മംഗല്യനിധി, ആഡംബര നികുതി, സേവന നികുതി എന്നിവയുടെ ഘടന പുനഃപരിശോധിച്ച് അപാകതകൾ പരിഹരിക്കണമെന്ന് വുമൻസ് ഇന്ത്യ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവരുടെ വിവാഹങ്ങളെ മംഗല്യനിധിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വീട്ടിൽ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് പലരും ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണങ്ങൾ നടത്തുന്നത്. എന്നാൽ ഓഡിറ്റോറിയത്തിൽ കല്യാണം നടത്തുമ്പോൾ മംഗല്യനിധി, ആഡംബര നികുതി, സേവന നികുതി തുടങ്ങിയ ഇനങ്ങളിലായി വൻതുക സർക്കാരിലേക്ക് നൽകുന്നത് വൻ ബാധ്യതയായിരിക്കുകയാണെന്ന് വുമൻസ് ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവരുടെ വിവാഹങ്ങളെ മംഗല്യനിധിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതേസമയം ഓഡിറ്റോറിയങ്ങൾക്ക് പുറത്ത് അതിഗംഭീരമായിട്ട് പൈസ ചെലവാക്കി പന്തലിടുകയും അവിടെ ആഡംബരപൂർവ്വം എന്ന് പറഞ്ഞാൽ അത്യാഡംബരപൂർവ്വമായിട്ട് നടക്കുന്ന വിവാഹങ്ങൾക്ക് യാതൊരുവിധ ഭാഗങ്ങളും ചുമത്താതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന ഒരു വിഭാഗം വിവാഹങ്ങൾക്ക് മാത്രം മംഗല്യനിധി ബാധകമാക്കുകയും ഓഡിറ്റോറിയങ്ങൾക്ക് പുറത്ത് നടക്കുന്ന ഒരു വലിയ വിഭാഗം വിവാഹങ്ങളെ ഈ നികുതിയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്ത സർക്കാരിന്റെ സമീപനം ശരിയല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. കിഷോർ കുമാർ എന്ന അതുല്യ പ്രതിഭയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ഗാത്ത രഹേ പരിപാടി കോഴിക്കോട് സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ഗായകൻ സലീഷ് ശ്യാമിന്റെ ഗാനാലാപനവുമാണ് നടന്നത്. മലയാള ഗാനങ്ങൾക്കൊപ്പം ഹിന്ദുസ്ഥാനി സംഗീതത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന കോഴിക്കോടിന്റെ സംഗീത പ്രേമികൾക്ക് ആസ്വാദനത്തിന്റെ വേറിട്ട മുഖമായിരുന്നു സലീഷ് ശ്യാമിന്റെ ആലാപനം. പാട്ടിലൂടെ സംഗീതത്തിന്റെ പാലാഴി തീർത്ത അനശ്വര ഗായകൻ കിഷോർ കുമാറിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ബേബി ചെമ്മന്നൂർ ഗാത്ത രഹേ എന്ന പരിപാടിയിൽ 12 മണിക്കൂർ തുടർച്ചയായി ഗാനം ആലപിച്ചാണ് സലീഷ് ആസ്വാദകരുടെ മനസ്സിനെ കീഴടക്കിയത്. ഇന്ത്യൻ സിനിമയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ യുവഗായകരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഗായകനാണ് സലീഷ് ശ്യാം. ഇന്നും ആസ്വാദകർക്കിടയിൽ ജീവിക്കുന്ന കിഷോർ കുമാറിന്റെ 100 ഗാനങ്ങളാണ് സലീഷ് ആലപിച്ചത്. ഓരോ 25 ഗാനങ്ങൾക്കും ഓരോ പ്രത്യേക ഓർക്കസ്ട്ര ഗ്രൂപ്പായിരുന്നു. ഗാനങ്ങൾക്ക് താളമിടാൻ ആസ്വാദകരും സലീഷിനൊപ്പം ചേർന്നു. ഗായകരുടെ സംഘടനയായ മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ടൗൺ ഹാളിൽ പരിപാടി സംഘടിപ്പിച്ചത്. സംഗീതം പുതിയ വഴിത്താരയിലെത്തിയെങ്കിലും പഴയകാല സംഗീതത്തെയും ഗായകരെയും ഇന്നും പുതിയ തലമുറ നെഞ്ചോടേറ്റുന്നു എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു ടൗൺ ഹാളിൽ തീർത്ത സംഗീത ലോകം ഓർമ്മിപ്പിച്ചത്. ജില്ലാ വാർത്തകളിൽ ഇടവേള.
crafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണൻ DND ചികിത്സയിൽ ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6-ാം ഘട്ടം, കണ്ണൂർ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. 34ാമത്തെ സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം 2013. സഹകരണ ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും നിക്ഷേപങ്ങൾക്ക് മറ്റാരും നൽകാത്ത ഉയർന്ന പലിശ, മുതിർന്ന പൗരന്മാർക്ക് 0.5% അധിക പലിശ. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക്, സർവീസ് റൂറൽ സഹകരണ ബാങ്കുകൾ, അർബൻ സഹകരണ ബാങ്കുകൾ, കാർഷിക സഹകരണ ഗ്രാമവികസന ബാങ്കുകൾ, അർബൻ എംപ്ലോയീസ്, വനിതാ, ഫാർമേഴ്സ്, ഹൌസിംഗ് സഹകരണ സംഘങ്ങളിലും ഉയർന്ന പലിശ ലഭിക്കുന്നു. മികച്ച ആദായം നേടാൻ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുക. സഹകരണ സ്ഥാപനങ്ങളിൽ ഉയർന്ന പലിശ. ഈ ആനുകൂല്യം 2013 ഡിസംബർ 31 വരെ മാത്രം. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളിലേക്ക്. ജനകീയ പ്രശ്നങ്ങൾ പോലീസ് ഏറ്റെടുക്കാൻ തുടങ്ങിയതോടെയാണ് പോലീസിനോടുള്ള ജനങ്ങളുടെ മനോഭാവത്തിന് മാറ്റമുണ്ടായതെന്ന് എളമരം കരീം MLA ഫണ്ടിൽ മാറാട് പോലീസ് സ്റ്റേഷനോടനുബന്ധിച്ച് നിർമ്മിച്ച മാറാട് ജനമൈത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബേപ്പൂർ MLA എളമരം കരീമിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 6.4 ലക്ഷം രൂപ ചിലവഴിച്ചാണ് മാറാട് ജനമൈത്രി കേന്ദ്രം കെട്ടിടം സജ്ജമാക്കിയത്. മാറാട് പോലീസ് സ്റ്റേഷനോടനുബന്ധിച്ച് 1-ാം നിലയിലാണ് മാറാട് ജനമൈത്രി കേന്ദ്രം പ്രവർത്തിക്കുക. വാർഡ് കൌൺസിലർ പൊന്നത്ത് ദേവരാജൻ അധ്യക്ഷനായ ചടങ്ങിൽ എളമരം കരീം MLA കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനകീയ പ്രശ്നങ്ങൾ പോലീസ് ഏറ്റെടുക്കാൻ ആരംഭിച്ചതോടെയാണ് പോലീസിനോടുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വന്നതെന്ന് MLA പറഞ്ഞു. ജനമൈത്രി കേന്ദ്രത്തിലെ ലൈബ്രറിയിലേക്ക് ഫർണിച്ചർ ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വന്തം വീടുകളിൽ ഇങ്ങനെ മടി പിടിച്ചിരുന്ന് ടെലിവിഷനും കണ്ട് ആവശ്യമില്ലാത്ത സീരിയലും കണ്ട് കണ്ണീരൊലിപ്പിച്ചിരിക്കുന്നതിന് പകരം അതിനെ കുറച്ചൊരു നല്ല നിലയിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നത് ആലോചിക്കാനും അത് രൂപം നൽകാനും ഇത്തരം കേന്ദ്രങ്ങൾ സാധിക്കും. ഉദ്ഘാടന ദിവസം തന്നെ ലൈബ്രറിയിലേക്കുള്ള പത്രങ്ങൾ 1 വർഷത്തേക്ക് നാട്ടുകാർ തന്നെ സ്പോൺസർ ചെയ്തു. നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രിൻസ് എബ്രഹാം, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്റഫ്, കോസ്റ്റൽ CI P പ്രമോദ്, K ബാലരാമൻ, M പ്രബീഷ്, സത്യ, റഫീഖ് KV, മൊയ്തീൻ കോയ ഹാജി, MT ജേക്കബ്, K മുഹമ്മദ് കോയ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഖനന അഴിമതിയിൽ പങ്കുള്ള MLA പങ്കെടുത്തെന്ന കാരണം പറഞ്ഞ് UDF പ്രവർത്തകർ പരിപാടി ബഹിഷ്കരിച്ചു. പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന നടപടികളുമായാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നതെന്ന് KSTA മുൻ പ്രസിഡന്റ് K ചന്ദ്രൻ മാസ്റ്റർ. അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വഞ്ചിച്ച് തസ്തിക നിർണയ ഉത്തരവ് പുറപ്പെടുവിച്ച സർക്കാർ നയത്തിനെതിരെ KSTA DD ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വഞ്ചിച്ച് തസ്തിക നിർണയ ഉത്തരവ് പുറപ്പെടുവിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് അധ്യാപകർ DD ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുക, അധ്യാപകരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മാർച്ച് KSTA മുൻ പ്രസിഡന്റ് K ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്ന നടപടികളുമായാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ടു പോകുന്നത്. സർക്കാരിന്റെ ഈ തെറ്റായ നടപടി അധ്യാപകരുടെ ജോലി സുരക്ഷിതത്വത്തിന് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. സർക്കാർ അധ്യാപകരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് എടുക്കുന്ന നിലപാടുകൾ പൂർണ്ണമായും പാവപ്പെട്ടവർക്കെതിരാണ്.
ഈ രാജ്യത്തിലെ സാധാരണക്കാർക്കെതിരാണ്. ഭൂരിപക്ഷം വരുന്ന കേരള സംസ്ഥാനത്തിലെ സാധാരണ ജനതയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും അപ്പുറത്ത് സമ്പന്ന പ്രമാണിമാരെ സഹായിക്കുകയും ചെയ്യുന്ന നിലപാടാണ് വിദ്യാഭ്യാസ രംഗത്ത് സ്വീകരിക്കുന്നത്. മാർച്ചിൽ KSTA ജില്ലാ സെക്രട്ടറി KK രഘുനാഥ്, സംസ്ഥാന ട്രഷറർ AK ഉണ്ണികൃഷ്ണൻ, PK സതീഷ്, P രജനി, KT ബാലകൃഷ്ണൻ, VP ഇന്ദിര എന്നിവർ സംബന്ധിച്ചു. ടിപ്പർ ലോറി എർത്ത് മൂവിംഗ് എക്യുപ്മെന്റ് ഓണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഈ മാസം 15 മുതൽ നടത്തുന്ന അനിശ്ചിതകാല ടിപ്പർ ലോറി സമരത്തിൽ ചെങ്കല്ല് വെട്ടിയെടുത്ത് സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന സംഘടന പങ്കാളികളല്ലെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കളക്ടറെ വൈകുന്നേരം പോയി കണ്ട് കളക്ടറോട് സംസാരിച്ചപ്പോൾ കളക്ടർ പറഞ്ഞത് ഒരു ഖനനവും ചെയ്യാൻ പാടില്ല, ഖനനം ചെയ്ത വസ്തുക്കൾ കൊണ്ടുപോകാനും വാഹനത്തിൽ കൊണ്ടുപോകാനും പാടില്ല എന്നാണ്. അപ്പൊ ഞാൻ കളക്ടറോട് ചോദിച്ചത് അങ്ങനെ എന്തെങ്കിലും പൊതുജനങ്ങൾക്ക് അത് അറിയാനുള്ള താല്പര്യമുണ്ട്, പൊതുജനങ്ങൾക്ക് അറിയണം. കാരണം നിർമ്മാണ മേഖലയ്ക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ കടക്കട സാധനങ്ങളൊന്നുമല്ല, നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ സാധനങ്ങളാണ്. അപ്പൊ അത് നിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്നതിനാവശ്യമായ മെറ്റീരിയൽ കൊണ്ടുപോകുന്ന ടിപ്പർ വാഹനങ്ങളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എക്സ്കവേറ്റർ മുതലായ വാഹനങ്ങളും നിർത്തിവെച്ചുകൊണ്ട് ഡിസംബർ 15-ാം തീയതി നടക്കുന്ന അനിശ്ചിതകാല സമരത്തിൽ ചെങ്കല്ല് വെട്ടിയെടുത്ത് സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അസോസിയേഷൻ പങ്കാളികളല്ലെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടാതെ കഴിഞ്ഞ ദിവസം വടകരയ്ക്കടുത്ത് ചാലിയംകടവ് എന്ന സ്ഥലത്ത് മെറ്റീരിയൽ കയറ്റിവന്ന ജിയോളജി പാസുള്ള ടിപ്പർ വാഹനങ്ങൾ അധികൃതർ പിടിച്ചെടുത്തതിൽ പാവപ്പെട്ട വാഹന ഉടമകളെയും തൊഴിലാളികളെയും ദ്രോഹിക്കുന്ന നടപടിയാണെന്നും പിടിച്ചെടുത്ത വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് വിട്ടുകിടണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. RTA ആക്ട് ഫിക്സേഷൻ സർക്കാർ സ്കൂളുകളിൽ അംഗീകരിക്കുക, പോളിംഗ് പരിഷ്കാരം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. DD ഓഫീസിന് മുൻപിൽ നടന്ന ഉപവാസം KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ റവന്യൂ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. മാനാഞ്ചിറ DDE ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സ്വകാര്യ മേഖലയ്ക്ക് മാത്രം പ്രത്യേകമായ ഒരു പരിഗണന നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് മുന്നോട്ട് വന്നാൽ ശക്തിയുക്തം അതിനെ എതിർക്കും എന്ന് ഞാൻ നിങ്ങളെ ഇത്തരണത്തിൽ RTE ആക്ട് ഫിക്സേഷൻ സർക്കാർ സ്കൂളുകളിൽ അംഗീകരിക്കുക, അശാസ്ത്രീയ പൂളിംഗ് പരിഷ്കാരം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. സമരത്തിൽ യൂണിയൻ പ്രസിഡന്റ് ദിനേശൻ തുവശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അരവിന്ദൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറമ്പാട്ട് സുധാകരൻ, സംസ്ഥാന സെക്രട്ടറി OK രാജൻ, M മധു, T ശിവദാസൻ, വിശ്വൻ കേളോത്ത്, PK രമേശൻ എന്നിവർ സംബന്ധിച്ചു. UDF ജില്ലാ കൺവീനർ P ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡിസംബർ 23-ന് നടക്കുന്ന സെക്രട്ടേറിയറ്റ് കലക്ടറേറ്റ് ഉപരോധത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ പ്രചരണ ജാഥകൾ ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി N രാജേഷ് നയിക്കുന്ന വടക്കൻ ജാഥ, ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് C അശ്വിനി ദേവ് നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ എന്നിവയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. നിയമന നിരോധനം, അഴിമതി, വിലക്കയറ്റം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഡിസംബർ 23-ന് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് കലക്ടറേറ്റ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള 2 വാഹന പ്രചരണ ജാഥകൾ പര്യടനം ആരംഭിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി N രാജേഷ് നയിക്കുന്ന വടക്കൻ ജാഥ കുന്നമ്മൽ ബ്ലോക്കിലെ മുള്ളൻകുന്നിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ ജാഥ ലീഡർ N രാജേഷിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് C അശ്വിനി ദേവ് നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ കക്കോടി ബ്ലോക്കിലെ കാരക്കുന്നിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എളമരം കരീം MLA ജാഥ ലീഡർ C അശ്വിനി ദേവിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. PK ഷാജി അധ്യക്ഷനായിരുന്നു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജിർ സംസാരിച്ചു. OK പ്രബീഷ് സ്വാഗതം പറഞ്ഞു. തെക്കൻ മേഖലാ ജാഥ ചീക്കിലോട്, ചേളന്നൂർ, കുമാരസ്വാമി, കക്കോടി, പറമ്പിൽ ബസാർ, പൈമ്പ്ര, നരിക്കുനി, മടവൂർ, കൊടുവള്ളി, കിഴക്കോത്ത്, ഉണ്ണികുളം, കട്ടിപ്പാറ, പുതുപ്പാടി, താമരശ്ശേരി, കൂടത്തായി എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം കോടഞ്ചേരിയിൽ സമാപിച്ചു. സമാപന പൊതുയോഗം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി M ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. വടക്കൻ മേഖലാ ജാഥ കുറ്റ്യാടി, കായക്കൊടി, മുള്ളമ്പത്ത്, കക്കട്ടിൽ, തീക്കുനി, അരൂർ, പുറമേരി, കല്ലാച്ചി, വാണിമേൽ, വളയം, പാറക്കടവ്, തൂണേരി, ഇരിങ്ങണ്ണൂർ, എടച്ചേരി, ഓർക്കാട്ടേരി, കുന്നമക്കര, മാഹി റെയിൽവേ സ്റ്റേഷൻ, കണ്ണൂക്കര, നാദാപുരം റോഡ്, കൈനാട്ടി എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം മാങ്ങോട്ടുപാറയിൽ സമാപിച്ചു. സമാപന പൊതുയോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വാർത്തകളിൽ ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്.
ഓണത്തിനറിയാം ബെസ്റ്റ് യൂത്ത്ഫുൾ സർപ്രൈസസ് Shades and style, latest type fashion, lowest price attraction. Kalyan Silks Stars Collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ജേർണലിസം ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്നിവരുടെ അനുസ്മരണം നടത്തി. ജേർണലിസം ക്ലബിന്റെ ഓർമ്മ പരിപാടിയുടെ ഭാഗമായാണ് അനുസ്മരണം നടന്നത്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ജേർണലിസം ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓർമ്മ 2 പ്രഭാഷണ പരമ്പരയിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, കണ്ടത്തിൽ വർഗീസ് മാപ്പിള എന്നിവരുടെ സംഭാവനകളെ അനുസ്മരിച്ചു. വക്കം മൗലവി സ്വദേശാഭിമാനിമാർക്കു ശേഷം പത്രസ്വാതന്ത്ര്യത്തിന് ഏറ്റവും വില കൽപ്പിച്ച പത്ര ഉടമ പത്രാധിപ കൂട്ടുകെട്ട് രാംനാഥ് ഗോയങ്കെ അരുൺ ഷൂരി കൂട്ടുകെട്ടാണെന്ന് മാതൃഭൂമി ന്യൂസ് എഡിറ്റർ എം സുധീന്ദ്രകുമാർ പറഞ്ഞു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മലയാള ഭാഷയെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്ന് ഡോക്ടർ ജി ശ്രീജിത്ത് പറഞ്ഞു. വർഗീസ് മാപ്പിള അനുസ്മരണ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യരംഗത്തും വർഗീസ് മാപ്പിള സംഭാവനകൾ നൽകി. സാഹിത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട 7 ഗ്രന്ഥങ്ങൾ ഇതിന് തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പി സി പ്രജിത്ത്, എം സി വസിഷ്ഠ്, ബി കെ അനശ്വര എന്നിവർ സംബന്ധിച്ചു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് കേരളത്തിലെ ഇരുമുന്നണികളും രംഗത്ത് വന്നത് തന്ത്രപരമായ നീക്കമാണെന്ന് കേരള വെൽഫെയർ പാർട്ടി സെക്രട്ടറി കെ എ ഷെഫീഖ്. കേരള വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രതിഷേധങ്ങളും യാഥാർത്ഥ്യവും എന്ന സെമിനാർ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പൊളിച്ച് തയ്യാറാക്കിയ കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കി കിട്ടുകയാണ് കസ്തൂരി രംഗൻ ശുപാർശയ്ക്കെതിരെ സമരം ചെയ്യുന്നവരുടെ ഗൂഢലക്ഷ്യമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കെ എ ഷെഫീഖ് പറഞ്ഞു. പാർട്ടി ജില്ലാ കമ്മിറ്റി ടൗൺഹാളിൽ സംഘടിപ്പിച്ച ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രതിഷേധങ്ങളും യാഥാർത്ഥ്യങ്ങളും എന്ന സംവാദം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കിയാൽ പലരുടെയും നിരവധി കുറ്റകൃത്യങ്ങൾ പുറത്താകും. ഇടതു വലതു മുന്നണികൾ ജനങ്ങളുടെ മുന്നിൽ നഗ്നരാക്കപ്പെടും. അധ്വാനിക്കുന്നവരുടെ സിദ്ധാന്തം പറയുന്ന കെ എം മാണിക്കും തൊഴിലാളികളുടെ സിദ്ധാന്തം പറയുന്ന പിണറായി വിജയനും ഒരു സിദ്ധാന്തവുമില്ലാത്ത ഉമ്മൻചാണ്ടിക്കും ഒരേ താൽപര്യമാണ്. പി വി കൃഷ്ണൻകുട്ടി, സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് ടി മുഹമ്മദ് വേളം, ജില്ലാ പ്രസിഡന്റ് പി സി ഭാസ്കരൻ, പി കെ അബ്ദുറഹ്മാൻ, ഷംസുദ്ദീൻ ചെറുവാടി എന്നിവർ സംബന്ധിച്ചു. കൊയിലാണ്ടി നഗരത്തിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് വിൽപ്പന, പരസ്യ മദ്യപാനം എന്നിവയ്ക്കെതിരെ നഗരസഭ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF കൌൺസിലർമാർ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. കൊയിലാണ്ടി നഗരത്തിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് വിൽപ്പന, പരസ്യ മദ്യപാനം എന്നിവയ്ക്കെതിരെ നഗരസഭ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് UDF കൌൺസിലർമാർ കൌൺസിൽ യോഗം ബഹിഷ്കരിച്ചു. നഗരത്തിലെ പല പെട്ടിക്കടകളിലും നിരോധിച്ച പാൻ പരാഗ്, പാൻ മസാല എന്നിവ വിൽക്കുന്നുണ്ട്. അത്തരം പെട്ടിക്കടകൾ നീക്കം ചെയ്യണമെന്ന് UDF കൌൺസിലർമാർ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് പി രത്നവല്ലി, VP ഇബ്രാഹിംകുട്ടി, A അസീസ്, വത്സരാജ് കേളോത്ത്, KM നജീബ്, രജീഷ് വെങ്ങളത്തുകണ്ടി, CP കരുണൻ, P ജമാൽ, TV ഇസ്മായിൽ, മനോജ് പയറ്റുവളപ്പിൽ, ഷീബ അരീക്കൽ, മീനാക്ഷി, CK സഹിറ എന്നിവർ ബഹിഷ്കരണത്തിൽ പങ്കെടുത്തു. നിർദ്ദേശിന്റെ ആഭിമുഖ്യത്തിൽ വെൽഡിംഗ് ഇൻ ഇന്ത്യൻ ഷിപ്പിംഗ് ബിൽഡിംഗ് 2013 എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. തിരുച്ചിറപ്പള്ളി വെൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജനറൽ മാനേജർ R ഈശ്വർ ഉദ്ഘാടനം ചെയ്തു. നിർദ്ദേശിന്റെ ആഭിമുഖ്യത്തിൽ വെൽഡിംഗ് ഇൻ ഇന്ത്യൻ ഷിപ്പ് ബിൽഡിംഗ് 2013 എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. തിരുച്ചിറപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിർദ്ദേശിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും വിവിധ വിഷയങ്ങളിൽ ശില്പശാല സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ കപ്പൽ വെൽഡിംഗ് എന്ന വിഷയത്തിലാണ് ശില്പശാല. ശില്പശാല തിരുച്ചിറപ്പള്ളി വെൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജനറൽ മാനേജർ R ഈശ്വർ ഉദ്ഘാടനം ചെയ്തു. വിവിധ സെക്ഷനുകളിലായി ജപ്പാൻ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നായി വിദഗ്ധർ ക്ലാസ് എടുത്തു. ജപ്പാനിൽ നിന്നും യാഷോ യമാഷീറ്റ, ഡോക്ടർ സോങ്കി ലിയു ജപ്പാൻ, വിശാൽ മേത്ത ഓസ്ട്രേലിയ, മോഹൻ പോർച്ചുഗൽ, അമാൻ ജെയിൻ, PS ആനന്ദ് കുമാർ സുന്ദർ തുടങ്ങി പ്രമുഖർ ക്ലാസ് എടുത്തു. ജില്ലാ വാർത്തകൾ ചുരുക്കത്തിൽ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ചരിത്രപ്രസിദ്ധമായ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ഈ മാസം 18 മുതൽ 29 വരെയായി വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രമേ ശ്രീ പാർവതി ദേവിയുടെ നട തുറന്ന് ദർശനം ലഭിക്കുകയുള്ളൂ.
നടതുറപ്പ് മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഡിസംബർ 18 വൈകിട്ട് 4 മണിക്ക് ശ്രീ മഹാദേവനും ശ്രീ പാർവതി ദേവിക്കും ചാർത്തുന്നതിനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര അകവൂർ മനയിൽ നിന്നും ആരംഭിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓട്ടത്തിനിടെ മുൻചക്രത്തിന്റെ ജോയിന്റ് വേർപെട്ട മിനി ബസ് നടുറോഡിൽ കുടുങ്ങിയത് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കുണ്ടാക്കി. ബേപ്പൂരിൽ നിന്ന് ഫറോക്കിലേക്ക് വരികയായിരുന്ന ബിസ്മി ഡിലക്സ് ബസ്സാണ് ചെറുവണ്ണൂർ ജംഗ്ഷനിൽ കേടായത്. BC റോഡിൽ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിച്ചയുടൻ മുൻചക്രത്തിന്റെ ജോയിന്റ് ഒഴിഞ്ഞു പോവുകയായിരുന്നു. ഇതോടെ മുന്നോട്ട് നീക്കാനാകാത്ത നില വന്നതാണ് ഗതാഗത തടസ്സമുണ്ടാക്കിയത്. ക്രെയിൻ എത്തിച്ച് ബസ് നീക്കിയ ശേഷമാണ് വാഹനയോട്ടം പൂർവ്വസ്ഥിതിയിലായത്. ഊരാച്ചേരി ഗുരുക്കന്മാരുടെ പിൻഗാമികളുടെ കുടുംബസംഗമം ഡിസംബർ 22-ാം തീയതി ഞായറാഴ്ച രാവിലെ മാഹി പന്തക്കൽ ശ്രീഭാവി പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഊരാച്ചേരി ഗുരുക്കന്മാർ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിനെ സംസ്കൃതവും മലയാളവും പഠിപ്പിച്ചതിൽ ഗുരുനാഥന്മാരാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൊയിലാണ്ടി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകളിൽ നിയമനം നടത്തുന്നതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള 20 ദിവസം നീണ്ടുനിൽക്കുന്ന സൗജന്യ പരീക്ഷാ പരിശീലനമാണ് നടക്കുന്നത്. പരിശീലന പരിപാടി K. ദാസൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി എംപ്ലോയ്മെന്റ് ഓഫീസർ M. സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KV രാജേന്ദ്രൻ, കൌൺസിലർമാരായ രത്നവല്ലി, അനിത എന്നിവർ സംബന്ധിച്ചു. ഭാരതീയ വിദ്യാപ്രതിഷ്ഠാനം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കുമെതിരെ മനുഷ്യമുന്നേറ്റം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. ഡിസംബർ 15-ാം തീയതി രാവിലെ 10 മണി മുതൽ 6 മണി വരെയായി അളകാപുരി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സെമിനാർ നടക്കുക. മെഡിക്കൽ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ K. മാധവൻകുട്ടിയുടെ അധ്യക്ഷതയിലായിരിക്കും സെമിനാർ നടക്കുക. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ജനങ്ങൾ ഇടപെടുന്ന സ്ഥിതി ഉണ്ടാക്കാൻ ഒന്നിക്കണമെന്ന് RMP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK രമ പറഞ്ഞു. വെൽഫെയർ പാർട്ടി ജില്ലാ വനിതാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജാല സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പന്തിരിക്കര സെക്സ് റാക്കറ്റ് അന്വേഷണത്തിന്റെ ഇഴഞ്ഞുപോക്കിൽ പ്രതിഷേധിച്ചായിരുന്നു പബ്ലിക് ലൈബ്രറി പരിസരത്ത് പ്രതിഷേധം നടത്തിയത്. ദാരിദ്ര്യം ചൂഷണം ചെയ്ത് സ്ത്രീകളെ തന്നെ പീഡനത്തിനുള്ള ഇരകളെ വീഴ്ത്താൻ ഉപയോഗിക്കുന്നു. ഓരോ പെൺവാണിഭവും അവസാനത്തേതാകണമെന്ന് പറയുമ്പോഴും പുതിയ ഇരകൾ വീണുകൊണ്ടിരിക്കുന്നു. പ്രതികൾക്ക് ജയിലിൽ പുറത്തുള്ളതിനേക്കാൾ സുഖം കിട്ടുന്ന കാലമാണിതെന്നും KK രമ കൂട്ടിച്ചേർത്തു. സ്ത്രീ പീഡനത്തിനെതിരെ വനിതകളുടെ ഒന്നിച്ചുള്ള പോരാട്ടം രൂപപ്പെടുത്തണമെന്ന് അന്വേഷി പ്രസിഡന്റ് K. അജിത പറഞ്ഞു. മദ്യവിരുദ്ധ മഹിളാവേദി സംസ്ഥാന സെക്രട്ടറി ഇയച്ചേരി പത്മിനി ടീച്ചർ, അഴിമതി വിരുദ്ധ കാമ്പയിൻ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ആനന്ദ കനകം, വെൽഫെയർ പാർട്ടി ജില്ലാ വനിതാ സെക്രട്ടറി സുമയ്യ കുന്നമംഗലം, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആബിദ ഷഹീൻ, സക്കീന ചേളന്നൂർ എന്നിവർ സംബന്ധിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി മികച്ച കോർഡിനേറ്റർമാർക്കുള്ള മുക്തവിദ്യ നാഷണൽ അവാർഡ് നേടിയ NCT രാജഗോപാലിന് സ്വീകരണം നൽകുന്നു. ഡിസംബർ 16-ാം തീയതി കോഴിക്കോട് ജയ ഓഡിറ്റോറിയത്തിൽ വച്ച് നൽകുന്ന സ്വീകരണ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷീബ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വയംഭരണ കോളേജുകൾക്ക് അംഗീകാരം നൽകാനുള്ള നീക്കത്തിൽ SFI പ്രതിഷേധം. DD ഓഫീസ് മാർച്ച് നടത്തി. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷം ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക്. സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളവരുടെ വിവാഹങ്ങളെ മംഗല്യനിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് വുമൻസ് ഇന്ത്യ അസോസിയേഷൻ. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.